ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ച അതേ ഓയിലാട്ടോ നമ്മൾ സബോളയും ഒന്ന് വഴറ്റിയെടുക്കണത്. അപ്പോൾ സബോള വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലൊക്കെ ഇട്ടെടുത്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന വരയ്ക്ക് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണവും എല്ലാം അങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് രണ്ടും കൂടിയിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ നമ്മൾ തീരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് വേഗം അതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നമ്മളുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക. മിക്സ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിക്കനും അതുപോലെ തന്നെ നമ്മളെ കസ്തൂരി മേത്തിയൊക്കെ ചേർത്ത് നമുക്കതൊന്നൊരു മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടാൽ മതി. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രഷ് ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബട്ടർ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.